കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 808. സൂറത്തുൻ നംൽ ആയത്തുകൾ 64 മുതൽ 93 വരെ. പേജ് നമ്പർ 1336. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു ومن يرزقكم من السماء والأرض أإله مع الله قل هاتوا برهانكم إن كنتم صادقين قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون بل ادارك علمهم في الآخرة بل هم في شك منها عمون وقال الذين كفروا أئذا كنا ترابا وآباؤنا أئنا لمخرجون لقد وعدنا هذا نحن وآباؤنا من قبل إن هذا إلا أساطير الأولين قل سيروا في الأرض فانظروا كيف كان عاقبة المجرمين ولا تحزن عليهم ولا تكن في ضيق مما يمكرون ويقولون متى هذا الوعد إن كنتم صادقين قل عسى أن يكون ردف لكم بعض الذي تستعجلون وإن ربك لذو فضل على الناس ولكن أكثرهم لا يشكرون وإن ربك ليعلم ما تكن صدورهم وما يعلنون وما من غائبة في السماء والأرض إلا في كتاب مبين إن هذا القرآن يقص على بني إسرائيل أكثر الذي هم فيه يختلفون وإنه لهدى ورحمة للمؤمنين إن ربك يقضي بينهم بحكمه وهو العزيز العليم فتوكل على الله إنك على الحق المبين إنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين وما أنت بهاد العمي عن ضلالتهم إن تسمع إلا من يؤمن بآياتنا فهم مسلمون وإذا وقع القول عليهم أخرجنا لهم دابة من الأرض تكلمهم أن الناس كانوا بآياتنا لا يوقنون ويوم نحشر من كل أمة فوجا ممن يكذب بآياتنا فهم يوزعون حتى إذا جاءوا قال كذبتم بآياتي ولم تحيطوا بها علما أم ماذا
تعملون ووقع القول عليهم بما ظلموا فهم لا ينطقون أولم يروا أنا جعلنا الليل ليسكنوا فيه والنهار مبصرة إن في ذلك لآيات لقوم يؤمنون ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله وكل أتوه داخرين وترى الجبال تحسبها جامدة وهي تمر مر السحاب صنع الله الذي أتقن كل شيء إنه خبير بما تفعلون من جاء بالحسنة فله خير منها وهم من فزع يومئذ آمنون ومن جاء بالسيئة فكبت وجوههم في النار هل تجزون إلا ما كنتم تعملون إنما أمرت أن أعبد رب هذه البلدة الذي حرمها وله كل شيء وأمرت أن أكون من المسلمين وأن أتلو القرآن فمن اهتدى فإنما يهتدي لنفسه ومن ضل فقل إنما أنا من المنذرين وقل الحمد لله سيريكم آياته فتعرفونها وما ربك بغافل عما تعملون. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 809 സൂറത്തുൻ നംൽ ആയത്ത് 64 പേജ് നമ്പർ 1336. അഥവാ സൃഷ്ടിക്കൽ ആരംഭിക്കുകയും പിന്നെ അതാവർത്തിക്കുകയും ചെയ്യുന്നവനോ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്യുന്നവനോ അല്ലാഹുവിനോടൊപ്പം മറ്റൊരു ആരാധ്യനോ ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ പറയുക, നിങ്ങൾ സത്യവാന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെളിവ് നിങ്ങൾ കൊണ്ടുവരിക. എല്ലാവർക്കും കാണാവുന്ന ചില അനുഭവ യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ വിവരിച്ചത്. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും ഏതു മതക്കാരനും മതമില്ലാത്തവനും എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ലളിതമായ വസ്തുതകൾ. ഭൂമിയെ വാസയോഗ്യമാക്കി തന്നത് ആരാണ്? ചെടികളും മരങ്ങളും മുളപ്പിച്ചത് നിങ്ങളുടെ ദൈവങ്ങളാണോ? പുഴയും ജലാശയങ്ങളും നിങ്ങളുണ്ടാക്കിയതാണോ? കാറ്റും മഴയും നിങ്ങളുടെ നിയന്ത്രണത്തിനനുസരിച്ചാണോ? ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്ന കാര്യം പറഞ്ഞല്ലോ. ജന്തുരോഗത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം ഭൂമിയിൽ വളരുന്ന സസ്യങ്ങളാണ്. സസ്യഭുക്കുകൾ നേരിട്ടും മാംസഭുക്കുകൾ നേരിട്ടല്ലാതെയും അവയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ആകാശത്തു നിന്നുള്ള ഉപജീവനം എന്ന് ചൂണ്ടിക്കാണിച്ചത് ശ്രദ്ധിക്കുക. മനുഷ്യനും ഇതര ജീവികൾക്കും സസ്യങ്ങൾക്കും വെള്ളമില്ലാതെ നിലനിൽപ്പ് തന്നെയില്ല. മഴ ആകാശത്തു നിന്നാണല്ലോ. ആ നിലക്ക് ഉപജീവനം ആകാശത്തു നിന്നാണെന്ന് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയുണ്ട്. ഹരിത സസ്യങ്ങളാണ് ഭൂമിയിലെ ഭക്ഷ്യോൽപാദകർ. മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡും ഇലകളിലെ കോശങ്ങളിലുള്ള ഹരിതകണങ്ങളിൽ വെച്ചാണ് കാർബോഹൈഡ്രേറ്റുകളായി മാറുന്നത്. ഹരിതകണങ്ങളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ സൂര്യപ്രകാശത്തിലെ ചുവപ്പ് നിറത്തിലും നീല നിറത്തിലും ഉള്ള രശ്മികളെ ആഗിരണം ചെയ്താണ് ഈ പ്രക്രിയ നടക്കുന്നത്. 7 നിറങ്ങൾ കൂടി ചേർന്നതാണല്ലോ സൂര്യപ്രകാശം. സൂര്യപ്രകാശത്താൽ നടക്കുന്ന ഈ ഭക്ഷ്യോൽപാദനത്തെ പ്രകാശ സംശ്ലേഷണം
അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്ന ഈ അത്ഭുതകരമായ പ്രക്രിയയിലൂടെയാണ് വിത്തുകളും ധാന്യങ്ങളും കായകളും ഫലങ്ങളും പഴങ്ങളും കിഴങ്ങുകളുമാക്കി മാറ്റി സസ്യങ്ങൾ സംഭരിച്ചു വെക്കുന്നത്. ഇവയാണ് മനുഷ്യനടക്കമുള്ള ജീവിവർഗങ്ങളെല്ലാം ആഹാരമായി ഉപയോഗിക്കുന്നത്. ആകാശത്ത് നിന്ന് അഥവാ ഉപരിലോകത്തു നിന്നുള്ള സൂര്യപ്രകാശത്തിലെ ഊർജമാണ് നമ്മുടെ ആഹാരത്തിന് ആധാരം. പേജ് നമ്പർ 1337. ഇതൊക്കെ ബുദ്ധിയുള്ള ഏതൊരുവനും ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ എല്ലാം സൃഷ്ടാവും സംരക്ഷകനും അല്ലാഹു മാത്രമാകുന്നു. മറ്റൊരുത്തനും ഇവയെല്ലാം സൃഷ്ടിച്ചത് താനാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഏത് നിലക്ക് നോക്കിയാലും ആരാധനക്ക് അവകാശി അല്ലാഹു തന്നെയാണെന്നും മറ്റ് ദൈവങ്ങൾക്കൊന്നും അവർ ആരായാലും അവയ്ക്കൊന്നും യാതൊരു അവകാശം ഇല്ലെന്നുമുള്ളതിന് പല തെളിവുകളും പറഞ്ഞ് ഒടുവിൽ അവരെ വെല്ലുവിളിച്ചു. ഏതെങ്കിലും ഒരാൾക്കോ ഒരു വസ്തുവിനോ ആരാധനക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് ആരാധനക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് സത്യമായിട്ടെന്നാണല്ലോ നിങ്ങളുടെ നില. എന്നാൽ നിങ്ങൾക്കതിന് വല്ല തെളിവും പ്രമാണവുമുണ്ടെങ്കിൽ അതൊന്ന് ഹാജരാക്കുക. ഇതാണ് അവസാനം പറഞ്ഞത്. എന്തൊരു മഹത്തായ സ്വാതന്ത്ര്യം! ഇങ്ങനെ സ്വാതന്ത്ര്യം അനുവദിച്ച യാതൊരുത്തനും ഇല്ല. ഈ വെല്ലുവിളി പ്രഖ്യാപിക്കപ്പെട്ടിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇതുവരെ ഒരൊറ്റ ബഹുദൈവാരാധകനും അതിന് തയ്യാറായില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കണമെന്നൊരു കൂട്ടർ, യേശുക്രിസ്തുവിനെ ആരാധിക്കണമെന്ന് മറ്റൊരു കൂട്ടർ. ന്യായവാദത്തിന് ആരും ഒരുക്കമില്ല താനും. മനുഷ്യർക്കെന്ത് പറ്റി? എന്താണിനി ഇവർക്ക് ബോധം തെളിയുക? നരകത്തിൻ്റെ നടുവിലെത്തുമ്പോഴോ? ഇപ്പോൾ ഒരു കൂട്ടം മുസ്ലിങ്ങൾ പറയുന്നു ഈ വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനമെങ്കിലും അത് പറഞ്ഞാൽ ആളുകൾ കൂടുതൽ അകന്നു പോകുന്ന ഒരവസ്ഥയാണിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തൽക്കാലം പൊതു താൽപ്പര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഒന്നിനു പിറകെ ഒന്നായി ജനങ്ങളെ അടുപ്പിച്ചതിന് ശേഷം ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഏർപ്പെടുത്തുക. അങ്ങനെ കളമൊരുക്കിയിട്ടേ വിത്ത് വിതക്കാവൂ എന്നാണ് പറയുന്നത്. ഈ വാദം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ നടപ്പിൽ വരുത്തിയ പരിപാടിയല്ലെന്ന് മാത്രം തൽക്കാലം പറയുന്നു. ഈ വഴിക്ക് നാം പോയാൽ അള്ളാഹുവും പ്രവാചകന്മാരും ഏറ്റവും പ്രധാനമായി കണ്ട വിഷയം നമ്മൾ ചെറുതായി കാണുന്ന അവസ്ഥ വരും. ആയത്ത് 65. പറയുക, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ അദൃശ്യം അറിയുകയില്ല അള്ളാഹു ഒഴികെ. നാം എത്ര പരിശ്രമിച്ചാലും നമുക്ക് അറിയാൻ കഴിയാത്ത വിഷയങ്ങളെപ്പറ്റിയാണ് അദൃശ്യം എന്ന് പറയുന്നത്. എത്ര ചിന്തിച്ചാലും പഠനവും ഗവേഷണവും നടത്തിയാലും ആ അദൃശ്യകാര്യങ്ങൾ അറിയാനാവില്ല. അഭൗതികമാണവ. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ വിശ്വസിക്കൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലയാണ്. കാര്യങ്ങൾ അവയിൽ പെട്ടതാണ്. ഇതിനു പുറമെ അദൃശ്യം വേറെയുമുണ്ട്. നമ്മുടെ മരണം എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ ഒന്നും നമുക്കറിഞ്ഞുകൂടാ. ഇത് നാം വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ബാധ്യതകൾ നിറവേറ്റുവാൻ നമുക്ക് മനസ്സ് വരികയുള്ളൂ. ഒരു ഉദാഹരണം, നമുക്ക് ഹജ്ജിന് പോകണമല്ലോ. യാത്രയിൽ വാഹനാപകടം സംഭവിച്ചേക്കുമോ എന്ന് സംശയിച്ച് പിൻവാങ്ങി നിൽക്കരുത്. പോവുക തന്നെ. വരും പോലെ കാണാം എന്ന് ധൈര്യപ്പെടണം. ഇതുപോലെ കച്ചവടത്തിനോ തൊഴിലിനോ വിദേശത്ത് പോകൽ അനുവദനീയമാണ്. അങ്ങനെ പോയ പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. ചിലർ യാത്രയിലോ വിദേശത്ത് വെച്ചോ മരണപ്പെട്ടിട്ടുണ്ടാകാം. എന്നാലോചിച്ച് പോകാതിരിക്കുന്നത് ശരിയല്ല. വരും പോലെ കാണാമെന്ന് വെച്ച് പോകുക തന്നെ. ആദ്യത്തെ ഉദാഹരണത്തിൽ യാത്ര നിർബന്ധമാണ്. രണ്ടാമത്തെ ഉദാഹരണത്തിൽ യാത്ര അനുവദനീയമാണ്. അപകടമുണ്ടാകുമെന്ന് നിശ്ചയിച്ച് പിൻവാങ്ങൽ ഒരിക്കലും ശരിയല്ല. അപ്പോൾ അദൃശ്യമെന്ന് വെച്ചാൽ മുൻകൂട്ടി അറിയാൻ മനുഷ്യർക്ക് യാതൊരു മാർഗവുമില്ലാത്ത വിഷയങ്ങൾ. മുസ്ലിങ്ങളുടെ ഇടയിൽ ഇതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. മുൻ ആയത്തുകളിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിൻ്റെ യുക്തിയും ന്യായവും തെളിയിച്ച് പറഞ്ഞു. ഇപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു അദൃശ്യം അറിയുന്നു, വേറെ ആരും അദൃശ്യം അറിയുകയില്ല എന്നുള്ളത് വലിയൊരു കാരണമായി അള്ളാഹു എടുത്തു പറഞ്ഞു. അദൃശ്യമറിയുന്ന ഒരുത്തനുണ്ട് എന്ന് പ്രചാരമുണ്ടായാൽ ആളുകൾ അവിടെ ചെന്ന് കുമ്പിടുവാനും പൂജിക്കുവാനും തുടങ്ങും. പേജ് നമ്പർ 1338. ഇത് അനുഭവ സത്യമാണല്ലോ. ഇത്തരം ഉദ്ദേശ്യങ്ങളുമായി തങ്ങന്മാരുടെയും ഔലിയാക്കളുടെയും
ഗണിതക്കാരുടെയും അടുക്കൽ പോകുന്നവർ ധാരാളമുണ്ട്. മതം കഠിനമായി വിരോധിച്ചതാണിത്. വലിയൊരു പരീക്ഷണം തന്നെയാണിത്. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണെന്നും അവർ അറിയുകയില്ല. ആയത്ത് 66. ബലിദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറതി, എന്നാൽ പരലോകത്തെ സംബന്ധിച്ച് അവരുടെ അറിവ് പൂർണ്ണത പ്രാപിച്ചതായിരുന്നു. ബൽഹും ഫി ശക്കിം മിൻഹ, അല്ല, അവർ അത് സംബന്ധിച്ച് സംശയത്തിലാണ്. ബൽഹും മിൻഹ അമൂൻ, അല്ല, അതിനെ സംബന്ധിച്ച് അവർ അന്ധന്മാരാണ്. ഇത് 3 വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, പരലോകത്തെക്കുറിച്ച് അവരുടെ അറിവ് പൂർണ്ണത പ്രാപിച്ചതാണ് എന്ന് അള്ളാഹു അവരെപ്പറ്റി പരിഹസിച്ച് പറയുകയാണ്. 2, പരലോകത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള മാർഗങ്ങൾ അവിശ്വാസികൾക്ക് ലഭിച്ചിട്ടുണ്ട്, എന്നിട്ട് അത് ഉപയോഗപ്പെടുത്താതെ അവരതിൽ സംശയിച്ചു കൊണ്ടിരിക്കുന്നു. 3, അവരുടെ അറിവ് പൂർണ്ണത പ്രാപിച്ചു, എന്നാൽ അത് പുരോഗതിയില്ലാതെ വളർച്ച മുട്ടി നശിച്ചിരിക്കുന്നു എന്നർത്ഥം. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 810, സൂറത്തുൻ നംൽ, ആയത്ത് 67, പേജ് നമ്പർ 1338. വഖാലല്ലദീന കഫറു, നിഷേധികളായിട്ടുള്ളവർ പറഞ്ഞു, അഇദാ കുന്നാ തുറാബൻ വആബാഉനാ ഇന്നാ ലമുഖ്റജൂൻ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും മണ്ണായി തീർന്നാൽ പിന്നെ ഞങ്ങൾ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുന്നവരാണെന്നോ, മരിച്ച് മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ജീവിതമില്ല എന്നാണ് അവരുടെ വാദം. ആയത്ത് 68. ലഖദ് വഅദ്നാ ഹാദാ നഹ്നു വആബാഉനാ മിൻ ഖബ്ലു, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും മുമ്പ് തന്നെ ഇത് വാഗ്ദാനം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, ഇത് പൂർവികരുടെ കെട്ടുകഥകൾ മാത്രമാകുന്നു. അടിസ്ഥാനരഹിതമായി പൂർവ്വകാലം മുതൽക്കേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഴമ്പുമില്ലാത്ത വാർത്തയാണിത് എന്ന് നിഷേധികൾ പറഞ്ഞു. ആയത്ത് 69. ഖുൽ സിറൂ ഫിൽ അർദി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, പറയുക, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക, എന്നിട്ട് കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നെന്ന് നോക്കുക. ആയത്ത് 70. വലാ തഹ്സൻ അലൈഹിം, അവരെ സംബന്ധിച്ച് നീ ദുഃഖിക്കേണ്ട. പേജ് നമ്പർ 1339. വലാ തകും ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ, അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നീ മനപ്രയാസത്തിലാകുകയും വേണ്ട. ആയത്ത് 71. വയഖൂലൂന മതാ ഹാദൽ വഅദു, ഈ വാഗ്ദാനം നടപ്പിൽ വരുത്തുന്നത് എപ്പോഴാണെന്നവർ ചോദിക്കുന്നു. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക. ആയത്ത് 72. ഖുൽ അസാ അൻ യകൂന റദിഫ ലക്കും ബഅ്ദുല്ലദീ തസ്തഅജിലൂൻ, പറയുക, നിങ്ങൾ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്ന ചിലത് നിങ്ങളുടെ തൊട്ടുപിറകിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. ആയത്ത് 73. വ ഇന്ന റബ്ബക ലദൂ ഫദ്ലിൻ അലന്നാസി, നിശ്ചയമായും നിന്റെ റബ്ബ് മനുഷ്യരോട് ഔദാര്യമുള്ളവൻ തന്നെയാകുന്നു. വലാകിന്ന അക്സറഹും ലാ യഷ്കുറൂൻ, പക്ഷെ അവരിൽ അധിക പേരും നന്ദി കാണിക്കാത്തവരാകുന്നു. ആയത്ത് 74. വ ഇന്ന റബ്ബക ലയഅലമു മാ തുകിന്നു സുദൂറുഹും, നിശ്ചയമായും നിന്റെ റബ്ബ് അവരുടെ ഹൃദയങ്ങൾ മറച്ചു പിടിക്കുന്നത് അറിയുന്നവനാകുന്നു. വമാ യുലിനൂൻ, അവർ പരസ്യമാക്കുന്നതും. ആയത്ത് 75. വമാ മിൻ ഗായിബത്തിൻ ഫിസ് സമാഇ വൽ അർദി, ആകാശത്തിലോ ഭൂമിയിലോ യാതൊരു മറഞ്ഞ കാര്യവും ഇല്ല. ഇല്ലാ ഫി കിതാബിൻ മുബീൻ, വ്യക്തമായ ഗ്രന്ഥത്തിൽ ഉണ്ടായിട്ടല്ലാതെ. വ്യക്തമായ ഗ്രന്ഥമെന്ന് വെച്ചാൽ ഇവിടെ ലോകാവസാനം വരെ നടക്കാനിരിക്കുന്ന സകല കാര്യങ്ങളും വിവരിച്ചെഴുതിയ ഗ്രന്ഥം, അതായത് ലൗഹുൽ മഹ്ഫൂദ്. ആയത്ത് 76. ഇന്ന ഹാദൽ ഖുർആന യഖുസ്സു അലാ ബനീ ഇസ്രായീല അക്സറ അല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ, നിശ്ചയമായും ഈ ഖുർആൻ ഇസ്രായേൽ സന്തതികൾക്ക് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസക്കാരായി തീർന്നിട്ടുള്ള മിക്ക വിഷയങ്ങളും വിവരിച്ചു കൊടുക്കുന്നു. ആയത്ത് 77. വ ഇന്നഹു ലഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, നിശ്ചയമായും ഇത് വിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു. ആയത്ത് 78. ഇന്ന റബ്ബക യഖ്ദീ ബൈനഹും ബിഹുക്മിഹി, നിശ്ചയമായും നിന്റെ റബ്ബ് അവൻ്റെ വിധി അനുസരിച്ച് അവരുടെ ഇടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. വഹുവൽ അസീസുൽ അലീം, അവനത്രേ പ്രതാപശാലിയും സർവജ്ഞനും. പേജ് നമ്പർ 1340, ആയത്ത് 79. ഫതവക്കൽ അലല്ലാഹ്
അതുകൊണ്ട് അള്ളാഹുവിൽ നീ ഭരമേൽപ്പിക്കുക. ഏതൊരു കാര്യത്തിലും നിനക്ക് കഴിയുന്നതെല്ലാം ചെയ്തിട്ട് അത് പൂർത്തിയാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നതിന് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അവൻ സർവശക്തനും മഹാകാരുണികനുമായതുകൊണ്ട് അവൻ്റെ സഹായം പ്രതീക്ഷിച്ച് അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വേണ്ടപ്പെട്ടതും കഴിവിൽപ്പെട്ടതും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചാൽ പോരാ. ഇന്നക അലൽ ഹഖ്ഖിൽ മുബീൻ, നിശ്ചയമായും നീ തെളിഞ്ഞ സത്യത്തിൽ തന്നെയാകുന്നു. ആയത്ത് 80. ഇന്നക ലാ തുസ്മിഉൽ മൗത, നിശ്ചയമായും നീ മരിച്ചവരെ കേൾപ്പിക്കുകയില്ല. മരണം എന്നത് ഭൗതികമായി എല്ലാം നശിക്കലാണ്. കാഴ്ച നശിച്ചു, കേൾവി നശിച്ചു, ജീവൻ നശിച്ചു, എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ. എന്നാൽ മരിച്ചവർ കേൾക്കുമെന്നും ഭൗതിക ജീവിതത്തിൽ കേട്ടിരുന്നതിനേക്കാൾ കൂടുതൽ തെളിഞ്ഞു കേൾക്കുമെന്നും ചിലർ വാദിക്കുന്നു. യാതൊരടിസ്ഥാനവും രേഖയുമില്ലാതെയാണ് ആ വാദം. ബധിരന്മാർ പുറംതിരിച്ച് മാറിപ്പോയാൽ അവരെയും നിനക്ക് വിളി കേൾപ്പിക്കാനാവില്ല. ഈ നിഷേധികളായ ആളുകളെ ഉപദേശിച്ച് നേരെയാക്കാൻ കഴിയുമെന്ന് കരുതേണ്ട. മരിച്ച ആളുകളെ വല്ലതും പറഞ്ഞ് കേൾപ്പിക്കാൻ പറ്റുമോ? അതുപോലെ ബധിരന്മാരായാൽ തന്നെ കേൾക്കുകയില്ല. അവർ മുഖം തിരിച്ച് പിരിഞ്ഞു പോകുമ്പോൾ പിന്നെ ഒട്ടും കേൾക്കുകയില്ലല്ലോ. പിൽക്കാലത്ത് മരിച്ചവർ കേൾക്കുമെന്ന് പറയുന്ന ഒരു കൂട്ടർ ഉണ്ടാകുമെന്ന് അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കാം. അതായത് മരിച്ചവർ കേൾക്കുകയില്ല എന്നതാണ് അടിസ്ഥാനം, അസ്ല് അതാണ്. എന്നാൽ ചില എക്സംഷൻസ് പ്രത്യേകിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം കേൾക്കുമെന്ന് നബി പറഞ്ഞത് നിങ്ങളെക്കാളേറെ അവർ വ്യക്തമായി കേൾക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു പ്രത്യേകമായി കേൾപ്പിച്ചു കൊടുത്തതാണ് എന്നതാണ്. അത് മരിച്ചുപോയവരുടെ കേൾവി എന്നത് ഈ ഭൗതിക ലോകവുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താനും പറ്റില്ല. അതിൻ്റെ രൂപവും അതെങ്ങനെയാണ് എന്നതൊന്നും നമുക്കറിയുന്ന കാര്യവും അല്ല. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അടിസ്ഥാന തത്വം, അടിസ്ഥാന അസ്വലി എന്നത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? മരിച്ചവർ കേൾക്കുകയില്ല എന്നതാണ്. പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ അപവാദങ്ങൾ മാത്രമാണ്. അത് അള്ളാഹു പ്രത്യേകമായിട്ട് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്ന സംഭവമാണ്. ആയത്ത് 81. വമാ അൻത ബിഹാദിൽ ഉമ്മി അൻ ളലാലതിഹിം, അന്ധന്മാരെ അവരുടെ വഴികേടിനെ പറ്റി ബോധവാന്മാരാക്കാനും നിനക്ക് കഴിയുകയില്ല. ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരെ അല്ലാതെ നീ കേൾപ്പിക്കുകയില്ല. ഫഹും മുസ്ലിമൂൻ, അങ്ങനെ അവർ കീഴൊതുങ്ങുന്നവരുമാകുന്നു. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി വിവരിച്ചു കൊടുക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും മനസ്സിലായാൽ അത് സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ അല്ലാതെ ഇത് കേൾപ്പിച്ചിട്ട് ഫലമില്ല. നേരെ മറിച്ച് ഒന്നും കേട്ട് മനസ്സിലാക്കുവാൻ ഒരുങ്ങാതെ തള്ളിക്കളയുന്ന സ്വഭാവക്കാരെ നേരെയാക്കാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. അവരുടെ കാര്യം കഷ്ടം തന്നെ. സത്യം ശ്രദ്ധിച്ചു കേൾക്കാത്തവർ ബധിരന്മാരും സത്യം കണ്ട് മനസ്സിലാക്കാൻ തയ്യാറില്ലാത്തവർ അന്ധന്മാരുമാകുന്നു. എന്താണോ യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത് അത് കേൾക്കുന്നില്ല, എന്താണോ കാണേണ്ടത് അതവർ കാണുന്നില്ല, ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ തയ്യാറില്ല. അതായത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇവിടെ ചിലർ പറയാറുണ്ട് മരിച്ചവർ കേൾക്കുക ഇല്ല, അതേപോലെ ഖബറുകളിലുള്ളവരെ കേൾപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ഖുർആൻ പറഞ്ഞത് അത് ഹൃദയം മരിച്ചവരെ കുറിച്ചാണ്. അതിൽ കടമ്പുണ്ട്. പക്ഷേ അവിടെ ഖബറുകളിൽ ഉള്ളവരെ കേൾപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ച്? ഹൃദയം മരിച്ചവരെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാത്തത് ഖബറിലുള്ളവർ മരിച്ചവർ കേൾക്കില്ല. അപ്പോൾ ഹൃദയം മരിച്ചവർ മരിച്ചുപോയവരെ പറ്റിയാണ്, മരിച്ചുപോയവരെ പോലെയാണ്, അവർ ഒന്നും കേൾക്കില്ല. അപ്പോൾ അസുല് എന്താണ്? മരിച്ചവർ കേൾക്കുകയില്ല എന്നതാണ്. പിന്നെ എക്സംഷൻസ് പലപ്പോഴും ഉണ്ടാവാം. ഇപ്പോൾ മരിച്ചുപോയ ആൾ അള്ളാഹു ജീവിപ്പിച്ച സംഭവം ഖുർആനിലുണ്ട്. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട് നമ്മൾ വിശ്വസിക്കണം. അസുല് എന്നത് എന്താണ്? അടിസ്ഥാനം എന്നത് മരിച്ചവർ കേൾക്കുകയില്ല എന്നതാണ്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 811, സൂറത്തുൻ നംൽ ആയത്ത് 82, പേജ് നമ്പർ 1340. വഇദാ വഖഅൽ ഖൗലു അലൈഹിം,
ആ വാക്ക് അവരുടെ മേൽ വന്നു ഭവിച്ചാൽ, പേജ് നമ്പർ 1341, അഖ്റജ്നാലഹും, നാം അവർക്കായി പുറത്തു കൊണ്ടുവരും, ദാബതം മിനൽ അർദി, ഭൂമിയിൽ നിന്ന് ഒരു ജീവിയെ, തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യഖിനൂൻ, ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢവിശ്വാസമില്ലാത്തവരായിരുന്നുവെന്ന് ആ ജീവി അവരോട് സംസാരിക്കുന്നതാകുന്നു. വാക്ക് അവരുടെ മേൽ വന്ന് ഭവിക്കുക എന്ന് വെച്ചാൽ ലോകമൊട്ടാകെ നശിപ്പിക്കുകയും മനുഷ്യർക്ക് അവരുടെ പുണ്യപാപങ്ങൾക്കുള്ള പ്രതിഫലം നൽകുകയും ചെയ്യാനുള്ള സമയം ആസന്നമാകുക എന്ന് സാരം. അപ്പോൾ ഒരു ജീവി വരും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ വിഷയത്തെപ്പറ്റി യാതൊരു അഭിപ്രായവും പറയാൻ നിവൃത്തിയില്ല. അതിൻ്റെ പുലർച്ച കാത്തിരിക്കുക മാത്രം. എന്നാൽ CN മൗലവി അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കലാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യമെന്ന് വാദിക്കുന്നു. ജീവി എന്ന് നാം പറഞ്ഞത് ഖുർആനിൻ്റെ വാക്കർത്ഥമാണ്. ആ പദത്തിന് അത് തന്നെയാണ് അർത്ഥം. അന്ത്യനാളിൻ്റെ ആഗമനമടുത്തു എന്ന് വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഈ അത്ഭുത ജീവിയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിഞ്ഞുകൂടാ. വ്യാഖ്യാതാക്കൾ പലതും പറഞ്ഞിട്ടുണ്ട്. അന്ത്യദിനമെടുക്കുമ്പോൾ സംഭവിക്കുന്ന പല ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണിതെന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ജീവിയുടെ രൂപം, അത് സംസാരിക്കുന്ന ഭാഷ, ഇതെല്ലാം എങ്ങനെയെന്ന് അള്ളാഹുവിന് അറിയാം എന്ന് പറയാനേ നമുക്ക് കഴിയുകയുള്ളൂ. ആയത്ത് 83, വയൗമ നഹ്ശുറു മിൻ കുല്ലി ഉമ്മത്തിൻ ഫൗജ മിമ്മൻ യുകദ്ദിബു ബിആയാതിനാ, ഓരോ സമുദായത്തിൽ നിന്നും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയുന്ന ഓരോ സംഘത്തെ നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. വഹും യൂസഊൻ, അങ്ങനെ അവർ ക്രമത്തിൽ നിർത്തപ്പെടുകയും ചെയ്യുന്ന ദിവസം. ആയത്ത് 84, ഹത്താ ഇദാ ജാഉ, അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ, ഖാല അകദ്ദബ്തും ബിആയാതി, അല്ലാഹു പറയും, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ നിഷേധിച്ച് തള്ളിയോ, വലം തുഹീതു ബിഹാ ഇൽമ, അവയെപ്പറ്റി നിങ്ങൾ അറിയാത്ത അവസ്ഥയിൽ. വിഷയം ശരിക്കും മനസ്സിലാക്കാതെ കളവെന്ന് പറഞ്ഞ് തള്ളിക്കറഞ്ഞത് മഹാ അക്രമമാണല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ആലോചിക്കാതെയായത്? ഈ ഉത്ബോധനങ്ങൾ നിങ്ങളോട് വല്ല കള്ളത്തരവും സൂത്രവും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അമ്മാദാ കുന്തും തഅമലൂൻ, അഥവാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആയത്ത് 85, വവഖഅൽ ഖൗലു അലൈഹിം ബിമാ ളലമു, അവർ അക്രമം ചെയ്തത് നിമിത്തം അവരെ സംബന്ധിച്ച് ആ വാക്ക് സംഭവിച്ചു. ഫഹും ലാ യൻതിഖൂൻ, അതിനാൽ അവർ ഉരിയാടുകയില്ല. ശിക്ഷ വന്നു കഴിഞ്ഞാൽ എല്ലാം നിഷേധിച്ച് ധിക്കാരം കാണിച്ചവർക്ക് ഒന്നും മിണ്ടാൻ പോലും കഴിയാതാകും. ഒന്നും സംസാരിക്കാനാവാതെ അന്താളിച്ച് നിന്നു പോകും. പേജ് നമ്പർ 1342. അലം യറൗ അന്നാ ജഅൽനൽ ലൈല ലിയസ്കുനു ഫീഹി, രാവിനെ അവർക്ക് അടങ്ങിയൊതുങ്ങിക്കഴിയാൻ തക്ക നിലയിൽ നാം ആക്കിയത് അവർ കണ്ടില്ലേ? വന്നഹാറ മുബ്സിറാ, പകലിനെ പ്രകാശമുള്ളതാക്കുകയും ചെയ്തത് അവർ കണ്ടില്ലേ? രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്ന അവസ്ഥയിലാക്കിയത് മഹാ അനുഗ്രഹമാകുന്നു. ഇതിന് വല്ല മാറ്റവും സംഭവിച്ചാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താകും? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ, നിശ്ചയമായും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. മുൻ തീരുമാനമൊന്നും കൂടാതെ ശരിക്ക് കേട്ട് മനസ്സിലാക്കുകയും മനസ്സിലായത് സ്വീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാർക്ക് ഈ ദൃഷ്ടാന്തങ്ങൾ ഫലപ്പെടുന്നതാണ്. ആയത്ത് 87, വയൗമ യുൻഫഖു ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി, അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ കിടിലം കൊള്ളുന്നതാകുന്നു. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. ചുരുക്കം ചിലർ ആ സന്ദർഭത്തിൽ പേടിച്ചു വിറക്കുകയില്ല. അതാരാണെന്ന് വ്യക്തമായ യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. വകുല്ലുൻ അതൗഹു ദാഖിരീൻ, എല്ലാവരും എളിയവരായ അവസ്ഥയിൽ അല്ലാഹുവിങ്കൽ ചെല്ലുകയും ചെയ്യും. ആയത്ത് 88, വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ, പർവ്വതങ്ങളെ നിനക്ക് കാണാം, അവ ഉറച്ചു നിൽക്കുന്നതാണെന്ന് നീ വിചാരിക്കും. വഹിയ തമുറു മർറ സഹാബി, മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ പർവ്വതങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുന്നു. സുൻ അല്ലാഹില്ലദീ അത്ഖന കുല്ല ഷൈഇൻ, എല്ലാ കാര്യവും
കുറ്റമറ്റതാക്കിയവനായ അള്ളാഹുവിൻ്റെ പ്രവർത്തനം. ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ, നിശ്ചയമായും നിങ്ങൾ ചെയ്യുന്നത് അവൻ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അന്ത്യനാളിൽ പർവ്വതങ്ങൾ മേഘം പോലെ പാറിക്കളിക്കുന്നതാണ്, പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെ ആയിത്തീരുന്ന ദിവസം എന്ന് അൽ ഖാരിഅ 5 പ്രസ്താവിച്ചിട്ടുണ്ട്. പർവ്വതങ്ങളുടെ സഞ്ചാരത്തെപ്പറ്റി ഖുർആൻ 2-3 പ്രസ്താവിച്ചിട്ടുണ്ട്. ചില വ്യാഖ്യാതാക്കൾ മറ്റൊന്നാണ് ഇവിടെ അഭിപ്രായപ്പെടുന്നത്. ഭൂമി അതിവേഗത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോളമാണല്ലോ. പർവ്വതങ്ങളും ഇതര വസ്തുക്കളെപ്പോലെ ഭൂമിയോടൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ സൂചിപ്പിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല, ഭൂമിയിൽ ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള പർവ്വതങ്ങൾക്ക് ചലനം സംഭവിക്കുന്നുണ്ട്, നാം അത് അറിയുന്നില്ല എന്നും ഇപ്പോൾ ഒരു വ്യാഖ്യാനമുണ്ട്. പേജ് നമ്പർ 1343, ആയത്ത് 89. മൻ ജാഅ ബിൽ ഹസനതി, ആരെങ്കിലും നന്മയും കൊണ്ടുവന്നാൽ ഫലഹു ഖൈറും മിൻഹ, അതിനേക്കാൾ ഉത്തമമായത് അവനുണ്ടായിരിക്കും. വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ, അവർ അന്ന് ഭയവിഹ്വലതയിൽ നിന്ന് നിർഭയരുമായിരിക്കും. ആയത്ത് 90. വമൻ ജാഅ ബിസ്സയ്യിഅതി, ആരെങ്കിലും തിന്മയും കൊണ്ടുവന്നാൽ ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖങ്ങൾ നരകത്തിൽ കമിഴ്ത്തപ്പെടുന്നതാകുന്നു. ഹൽ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് അല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ. ആയത്ത് 91. ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തില്ലദീ ഹറമഹ, ഈ നാടിനെ പവിത്രമാക്കിയ റബ്ബിനെ ആരാധിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു പവിത്രമാക്കിയ നാട് കൊണ്ട് ഉദ്ദേശ്യം മക്കയാണ്, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് എന്നോട് കൽപ്പിച്ചു എന്നർത്ഥമായി. വേറെ ആരോടും പ്രാർത്ഥിക്കരുതെന്നും അഅ്ബുദു എന്ന വാക്കിന് ഇവിടെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ എന്ന് CN മൗലവി അർത്ഥം എഴുതിയിരിക്കുന്നു. അപ്പോൾ വേറെ ആരുടെയെങ്കിലും കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ കാഫിറാണെന്ന് വന്നു. അങ്ങനെ ഇസ്ലാമിലില്ല. അനുസരിക്കപ്പെടുന്ന വിഷയത്തിൻ്റെ നില അനുസരിച്ചാണ് വിധി. ഒരു പാപം ചെയ്യാനാണ് കൽപ്പിച്ചതെങ്കിൽ അനുസരിച്ചവൻ പാപിയായി. ബിംബത്തിന് സുജൂദ് ചെയ്യുന്നത് പോലെ ബഹുദൈവാരാധനയിൽപ്പെട്ട കാര്യങ്ങളാണ് കൽപ്പിച്ചതെങ്കിൽ അനുസരിച്ചവൻ മുശ്രിക്കായി, കാഫിറായി. ഹലാലായ കാര്യം അനുസരിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാൽ മൗലവിയുടെ ഈ അർത്ഥപ്രകാരം അള്ളാഹു അല്ലാത്തവരുടെ കൽപ്പന എന്തായാലും ശരി, അനുസരിച്ചവൻ കാഫിറാണെന്ന് വന്നു. ഇത് ഇസ്ലാമിൻ്റെ പരിധി വിട്ട വാദമാണ്. എന്നാൽ അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, അള്ളാഹുവിനുള്ള അനുസരണം അവനുള്ള ഇബാദത്ത് തന്നെ. എന്നാൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നു, അത് മറ്റൊരു തലത്തിലാണ്. അപ്പോൾ അനുസരണം, എല്ലാതരം അനുസരണവും എന്തല്ല, ഇബാദത്തല്ല. അതേസമയം അള്ളാഹുവിനുള്ള അനുസരണം, ആത്യന്തികമായ അനുസരണം അള്ളാഹുവിനുള്ളതാണ്, അത് ഇബാദത്ത് തന്നെയാണ്. ഇനി അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഒരു പാപം അള്ളാഹുവിന് കീഴ്പ്പെടാതെ ഒരാൾ ഒരു പാപം ചെയ്തു, അള്ളാഹുവിനെ ധിക്കരിച്ചു, അതുകൊണ്ട് ഷിർക്കല്ലാത്ത പാപമാണെങ്കിൽ അയാൾ മുശ്രിക്കാവുകയില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയില്ല. പക്ഷേ അയാൾ തെറ്റ് ചെയ്തു, അതിൽ നിന്ന് അയാൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊള്ളണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളണം. പക്ഷേ അയാൾ ആ പാപം ചെയ്തത് അള്ളാഹുവിനെ അനുസരിക്കേണ്ടതൊന്നുമില്ല, അള്ളാഹുവിനെ അനുസരിക്കാൻ എനിക്ക് ബാധ്യതയൊന്നുമില്ല, ഞാൻ അള്ളാഹുവിനെ കീഴ്പ്പെടേണ്ട ആളല്ല എന്ന നിലക്ക് ആണ് ഒരാൾ കള്ളുപിടിച്ച് നിൽക്കുക. സംഭവം കള്ളുപിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ കള്ളുപിടിക്കുമ്പോൾ അയാളുടെ വിശ്വാസം അള്ളാഹുവിനെ അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അള്ളാഹുവിന് കീഴ്പ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അയാൾ വിശ്വസിച്ചാലോ, അപ്പോൾ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വലഹു കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും അവൻ്റേതാകുന്നു. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവും പരിപാലകരും ആരാണോ അവനെ ആരാധിക്കുവാനാണ് കൽപ്പന. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. വ ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, ആത്മാർപ്പണം ചെയ്യുന്നവരിൽ ഞാൻ ഉൾപ്പെടുവാനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആയത്ത് 92. വ അൻ അത്ലുവൽ ഖുർആന, ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുവാനും. ഫമൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, അപ്പോൾ ഏതൊരുവൻ നേർമാർഗം പ്രാപിച്ചുവോ അവൻ നേർമാർഗം പ്രാപിക്കുന്നത് അവൻ്റെ സ്വന്തം ഗുണത്തിന് വേണ്ടി തന്നെയാണ്. പേജ് നമ്പർ 1344. വമൻ ضل ഫഖുൽ ഇന്നമാ അന മിനൽ മുൻദിരി, ആരെങ്കിലും വഴിപിഴച്ചു പോകുന്ന പക്ഷം
ഞാൻ താക്കീത് നൽകുന്നവരിൽ പെട്ടവൻ മാത്രമാണ് എന്ന് നീ പറയുക. ഉപദേശിക്കാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ, നിർബന്ധിച്ച് നേരെയാക്കുവാൻ കഴിവില്ല. എനിക്ക് അതിനുള്ള അധികാരവും തന്നിട്ടില്ല. പ്രവാചകന് അങ്ങനെയുള്ള അധികാരവും കഴിവും ഉണ്ടായിരുന്നുവെങ്കിൽ അബൂ ത്വാലിബ് ഒരിക്കലും കാഫിറായി മരിക്കയില്ലായിരുന്നു. മാത്രമല്ല ഈ ഭൂമിയിൽ ഒറ്റ കാഫിറും ഉണ്ടാകുകയില്ലായിരുന്നു. എല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം. മുഹൈദ്ദീൻ ഷേഖിന് മനുഷ്യരെ നെറുവഴിയിലാക്കുവാനും അവരെ വഴികേടിലാക്കുവാനും അള്ളാഹു അധികാരവും കഴിവും കൊടുത്തിട്ടുണ്ടെന്ന് ചിലർ പറയുന്നു. ആ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം ദീനിൽ നിന്നും ബഹുദൂരത്തിലാണ്. അതായത് ഇവിടെ മുഹൈദ്ദീൻ ഷേഖ് ഹിദായത്ത് മനുഷ്യരെ ഹിദായത്തിലേക്ക് നയിക്കാൻ പറ്റും. ഹിദായത്ത് തൗഫീഖ്, ഹിദായത്തിൽ ഇർഷാദ് അല്ല പറയുന്നത്. ഹിദായത്തിൽ ഇർഷാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് നല്ലത് ഇന്നത് ചീത്തന്നത് ഇത് തൗഹീദിൻ്റെ മാർഗ്ഗമാണെന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഹിദായത്തിൽ ഇർഷാദ് മനുഷ്യർ സാധിക്കും. അത് മരിച്ചുപോയ മനുഷ്യന്മാർക്ക് സാധിക്കില്ല, അത് മറ്റൊരു വിഷയം. അപ്പോൾ ഹിദായത്ത് തൗഫീഖ് തന്നെ മരിച്ചുപോയ മുഹൈദ്ദീൻ ഷേഖിനോട് ചോദിക്കുക. അതേപോലെ നരകത്തിൽ നിന്ന് മോചനം മുഹൈദ്ദീൻ ഷേഖിനോട് ചോദിക്കുകയാണ്. എവിടെ? ഖുതുബിയത്തിൽ. അതിൽ പറയണം എന്താണ്? ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തെ താങ്കൾ ഉൾക്കാഴ്ചയുള്ളതാക്കണേ, താങ്കൾ പ്രവേശിച്ചതായ സിറാത്തുൽ മുസ്തഖീമിലേക്ക്. അപ്പോൾ ഹിദായത്ത് മുഹൈദ്ദീൻ ഷേഖിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അഅതാകഹു വ അൻത മാലികുഹു, അള്ളാഹു താങ്കൾക്കത് നൽകിയിട്ടുണ്ട്, താങ്കൾ അതിൻ്റെ ഉടമസ്ഥനാണ്, ഈ സിറാത്തുൽ മുസ്തഖീമിൻ്റെ. എന്നിട്ട് പറയാം സുൽത്താന കുല്ലി വലി മുഹിയദ്ദീനി വനജ്ജിഹി, അതിനെ അതായത് എൻ്റെ ഹൃദയത്തെ, അതായത് എന്നെ തന്നെ. ചില നുസ്ഖയിൽ പിന്നെ വനജ്ജിനി എന്നെ എന്നുണ്ട്. എന്നെ വനജ്ജിഹി മിൻ ലവാ എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, കാക്കണേ. ആരോട്? മുഹൈദ്ദീൻ ഷേഖിനോട് തേടുക. ഫിഹാ മഹാലിക്കു, അതിൽ സർവനാശങ്ങളുണ്ട്. സുൽത്താന കുല്ലി വലിയ മുഹൈദ്ദീൻ, എല്ലാ ഔലിയാക്കളുടെയും സുൽത്താനരായ മുഹൈദ്ദീൻ ഷേഖ് അവർകളെ എന്ന് പറഞ്ഞിട്ട് മുഹൈദ്ദീൻ ഷേഖിനെ അമിതമായിട്ട് വാഴ്ത്തിപ്പാടുകയാണ്. മുഹൈദ്ദീൻ ഷേഖിനോട് നരകമോചനം ഹിദായത്തും തേടുന്ന വരികളാണ് ഖുത്ബിയത്തിലുള്ളത്. ആരെങ്കിലും അറിയാതെയൊക്കെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലർത്ഥം എന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആയത്ത് 93. വഖുലിൽ അൽഹംദുലില്ലാഹ്, പറയുക അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. സയുരീക്കും ആയാതിഹി ഫതഅരിഫൂനഹാ, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കവൻ കാണിച്ചു തരുന്നതാണ്, അപ്പോൾ അവയെ നിങ്ങൾ മനസ്സിലാക്കും. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അശ്രദ്ധനല്ല. അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. ലോകാവസാനം വരെ മനുഷ്യർക്ക് വഴികാട്ടിയായി നിൽക്കുന്ന ഈ അമാനുഷിക ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുകയോ സൂചിപ്പിക്കുകയോ ചെയ്ത സംഗതികൾ യഥാർത്ഥ്യമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെട്ടു. നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ആകാശമെന്ന സുഭദ്രമായ മേൽക്കൂര, ഭൂമി, കടലിനകത്തെ ജലപ്രവാഹങ്ങൾ, ഉപ്പുജലവും ശുദ്ധജലവും കലരാതെ തൊട്ട് നിലകൊള്ളുന്നത്, പക്ഷികൾ ഈച്ച കൊണ്ടുപോയത് തിരിച്ചെടുക്കാനാവില്ല എന്നത്, തേനീച്ച, എട്ടുകാലിയുടെ പാർപ്പിടം, ഗർഭസ്ഥ ശിശുവിൻ്റെ ഘട്ടങ്ങൾ തുടങ്ങി പലതരം വിഷയങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പ്രസ്താവിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വെളിപ്പെട്ടു. ഇനിയും പലതും വെളിപ്പെടും ഇൻഷാ അള്ളാഹ്. എന്നാൽ ധിക്കാരികളായ മനുഷ്യർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധയിൽ നിന്ന് ഒന്നും വിട്ടുപോകില്ല. അവനൊരിക്കലും ഒന്നും മറന്നു പോവുകയില്ല. പൊടുന്നനെ ശിക്ഷ നടക്കാത്തത് ഇതൊന്നും അറിയാത്തത് കൊണ്ടോ അവഗണിച്ചത് കൊണ്ടോ അല്ല, അവധി നീട്ടിക്കൊടുത്തതാണ്. അവൻ ക്ഷമാശീലനും കരുണാനിധിയുമാണ്. ഏത് മഹാപാപിക്കും ഖേദിച്ചു മടങ്ങുവാൻ അവസരം അനുവദിച്ചിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.